ശ്രീ ശങ്കര ഭഗവത്പാദർ രചിച്ച അദ്വൈതാനുഭൂതി എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. ആറാം പദ്യം. കാര്യഭൂതോ യഥാകാശ ഏക ഏവ നഹി ദ്വിധാ ഹേതുഭൂതസ്തഥാത്മായമേക ഏവ വിജാനതഃ. കാര്യഭൂതഃ ആകാശഃ. കാര്യരൂപമായ ആകാശം യഥാ ഏകഃ ഏവ എപ്രകാരമാണോ ഒന്നു മാത്രമായിരിക്കുന്നത്, ദ്വിധാ നഹി ഒരിക്കലും രണ്ടാകാതിരിക്കുന്നത്, തഥാ അപ്രകാരം തന്നെയാണ് ഹേതുഭൂതഃ കാരണമായിരിക്കുന്ന അയം ആത്മാ ഈ ആത്മാവും വിജാനതഃ വിചാരം ചെയ്തറിയുന്നവന് ഏകഃ ഏവ ഒന്നു മാത്രമായി തെളിയുന്നത്. കാര്യരൂപമായ ആകാശം എപ്രകാരമാണോ ഒന്നു മാത്രമായിരിക്കുന്നത്, ഒരിക്കലും രണ്ടാകാതിരിക്കുന്നത്, അപ്രകാരം തന്നെയാണ് കാരണമായിരിക്കുന്ന ഈ ആത്മാവും വിചാരം ചെയ്തറിയുന്നവന് ഒന്നു മാത്രമായി തെളിയുന്നത്. ഏക ഏവ വിജാനതഃ വിചാരം ചെയ്തറിയുന്നവന് ആത്മാവ് ഒന്നു മാത്രമായി തെളിയുന്നു. എങ്ങനെ വിചാരം ചെയ്യണം? കാര്യരൂപമായ ആകാശത്തെ ദൃഷ്ടാന്തമാക്കി വിചാരം ചെയ്താൽ മതിയല്ലോ. ആകാശം സദാ സർവത്ര ഒന്നു തന്നെ. അതൊരിടത്തും കഷണം കഷണമായി മുറിക്കപ്പെടുന്നില്ല. ഘടാകാശം മഠാകാശം എന്നൊക്കെ വേർതിരിയുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും ഭ്രമമാണെന്ന് ഏത് കുട്ടിക്കാണ് അറിഞ്ഞുകൂടാത്തത്? സകല ചരാചരങ്ങളും ആകാശത്തിൽ ഉണ്ടായി നിലനിന്ന് ചലിച്ചിട്ടും അതിന് ഒരു ചലനവും സംഭവിക്കുന്നില്ല. അത് സർവത്ര സമമായി തന്നെ വിലസുന്നു. ഈ ദൃഷ്ടാന്തം കൊണ്ടു തന്നെ ആകാശത്തിനും കാരണമായ ബോധാത്മാവ് സർവത്ര അഖണ്ഡമാണെന്ന് തെളിയുന്നു. ഒരിക്കൽ കൂടി വായിക്കാം. ഈ ദൃഷ്ടാന്തം കൊണ്ടു തന്നെ ആകാശത്തിനും കാരണമായ ബോധാത്മാവ് സർവത്ര അഖണ്ഡമാണെന്ന് തെളിയുന്നു. അതിൽ ജീവഭേദങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഘടാകാശവും മഠാകാശവും പോലെ ഉപാധി കൊണ്ട് ഉണ്ടാകുന്ന ഭ്രമമാണെന്ന് അറിയേണ്ടതാണ്. ആകാശത്തിൻ്റെ നിശ്ചലതയും സമസ്ഥിതിയും നോക്കി ബോധാത്മാവിൻ്റെ നിശ്ചലതയും സമസ്ഥിതിയും ഉറപ്പിക്കേണ്ടതാണ്. ആകാശത്തിൻ്റെ നിശ്ചലതയും സമസ്ഥിതിയും നോക്കി ബോധാത്മാവിൻ്റെ നിശ്ചലതയും സമസ്ഥിതിയും ഉറപ്പിക്കേണ്ടതാണ്. ഇങ്ങനെയെല്ലാം വിചാരം ചെയ്തറിയുന്ന സത്യാന്വേഷിക്ക് സ്വന്തം ആത്മാവു തന്നെ അദ്വയവും അഖണ്ഡവും ആനന്ദരൂപവുമായി തെളിയുന്നതാണ്. ചരാചര പ്രപഞ്ചം മുഴുവൻ ആ അദ്വൈതാത്മാവിലെ ഭ്രമദൃശ്യങ്ങൾ മാത്രം. ആകാശം ഒന്നാണെങ്കിലും ഘടാകാശം മഠാകാശം എന്നൊക്കെ വേർതിരിയുന്ന പോലെയാണ് ജീവാത്മഭേദങ്ങൾ കാണപ്പെടുന്നത്. ഏഴാം പദ്യം. ഏകോപി ദ്വയവദ്ഭാതി യഥാകാശ ഉപാധിതഃ ഏകോപി ദ്വയവത് പൂർണ്ണഃ തഥാത്മായമുപാധിതഃ. യഥാ എപ്രകാരമാണോ ആകാശഃ ആകാശം ഏകഃ അപി ഒന്നാണെങ്കിലും ഉപാധിതഃ ഉപാധികളെ ആശ്രയിച്ച് ദ്വയവത് ഭാതി പലതായ പോലെ കാണപ്പെടുന്നത്, തഥാ അപ്രകാരം ഏകഃ അപി ഒന്നാണെങ്കിലും പൂർണ്ണഃ അയം ആത്മാ പൂർണ്ണനായ ഈ ബോധാത്മാവ് ഉപാധിതഃ ദേഹോപാധികളെ ആശ്രയിച്ച് ദ്വയവത് പലതായ പോലെ കാണപ്പെടുന്നു. എപ്രകാരമാണോ ആകാശം ഒന്നാണെങ്കിലും ഉപാധികളെ ആശ്രയിച്ച് പലതായ പോലെ കാണപ്പെടുന്നത്, അപ്രകാരം ഒന്നാണെങ്കിലും പൂർണ്ണനായ ഈ ബോധാത്മാവ് ദേഹോപാധികളെ ആശ്രയിച്ച് പലതായ പോലെ കാണപ്പെടുന്നു. ഏകോപി ദ്വയവത് ഒന്നാണെങ്കിലും പലതായ പോലെ കാണാനിടവരുന്നു. ആര്?
പൂർണ്ണനായ ബോധാത്മാവ്. എന്തുകൊണ്ട്? ദേഹോപാധികളെ ആശ്രയിച്ച് സൂര്യചന്ദ്രാദി സൗരയൂഥ ഘടകങ്ങളിലും അമീബ തുടങ്ങിയ ക്ഷുദ്രജീവികളിലും ആത്മാവ് ഒന്ന് തന്നെ. എങ്ങനെ അറിയാം? ആത്മാവെല്ലായിടത്തും ബോധമായതുകൊണ്ടറിയാം. ബോധം എവിടെയും ബോധം തന്നെയാണല്ലോ. ആ ബോധം പൂർണ്ണവും അഖണ്ഡവുമാണെന്ന് നേരത്തെ ആകാശ ദൃഷ്ടാന്തത്തിലൂടെ തെളിയിച്ചല്ലോ. പിന്നെ എന്താണ് സൂര്യൻ, ചന്ദ്രൻ, മനുഷ്യൻ, മൃഗം എന്നിങ്ങനെയൊക്കെ പലതായി കാണപ്പെടുന്നത്? അതൊക്കെ ദേഹമെന്ന ഉപാധിയെ ആശ്രയിക്കുമ്പോഴുണ്ടാകുന്ന തോന്നലാണ്. അഖണ്ഡമായ ആകാശം, കുടം, മഠം, കിണർ തുടങ്ങിയ ഉപാധികളെ ആശ്രയിക്കുമ്പോൾ പലതായ പോലെ തോന്നുന്നില്ലേ? ഘടാകാശം, മഠാകാശം, കൂപ്പാകാശം എന്നിങ്ങനെ പേരുകളും പലത് വന്നു ചേരുന്നു. സൂര്യൻ, ചന്ദ്രൻ എന്നിത്യാദി നാമങ്ങൾ പോലെ കുടവും മറ്റും എടുത്തുകൊണ്ടു പോകുമ്പോൾ ആകാശം സഞ്ചരിക്കുന്നതായും തോന്നുന്നു. അഴുക്കോ പുകയോ ഒക്കെ നിറയുമ്പോൾ ആകാശം അവ കൊണ്ട് നിറഞ്ഞതായും തോന്നുന്നു. എന്നാൽ ആകാശത്തിന് ഒരിടത്തും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നതല്ലേ സത്യസ്ഥിതി? പൂർണ്ണനായ ബോധാത്മാവ് പലതായി വേർതിരിഞ്ഞ പോലെ കാണപ്പെടുന്നത് ഇങ്ങനെ ഉപാധികളെ ആശ്രയിക്കുമ്പോഴുള്ള തോന്നൽ മാത്രമാണ്. ഉപാധികളൊക്കെ മാറിയാൽ ഒരേ ഒരു മഹാകാശം മാത്രം ശേഷിക്കുന്നത് പോലെ ദേഹോപാധികളെ മാറ്റാമെങ്കിൽ ഒരേ ഒരു അഖണ്ഡ ആനന്ദബോധം മാത്രം അവശേഷിക്കുന്നതാണ്. കാരണോപാധിയിൽ ഒതുങ്ങുന്ന ബോധാത്മാവ് കാര്യോപാധിയിൽ ഒതുങ്ങുന്ന ബോധത്തേക്കാൾ വലുതായിരിക്കും. 8ാം ശ്ലോകം. കാരണോപാധി ചൈതന്യം കാര്യസംസ്ഥാച്ചിതോധികം ന ഘടാഭ്രാൻ മൃദാകാശഃ കുത്രചിന്നാധികോ ഭവേത്. കാരണോപാധി ചൈതന്യം, കാരണോപാധിയിൽ ഒതുങ്ങുന്ന ചൈതന്യം കാര്യസംസ്ഥാത് ചിതഃ, കാര്യോപാധിയിൽ ഒതുങ്ങുന്ന ബോധത്തേക്കാൾ അധികം, എപ്പോഴും അധികമായിരിക്കും. ഘടാഭ്രാത് മൃദാകാശഃ, കുടത്തിലൊതുങ്ങുന്ന ആകാശത്തേക്കാൾ മണ്ണിലൊതുങ്ങുന്ന ആകാശം കുത്രചിത് എവിടെയും ന അധിക ഭവേത്, തീർച്ചയായും അധികം തന്നെയായിരിക്കും. കാരണോപാധിയിൽ ഒതുങ്ങുന്ന ചൈതന്യം കാര്യോപാധിയിൽ ഒതുങ്ങുന്ന ബോധത്തേക്കാൾ എപ്പോഴും അധികമായിരിക്കും. കുടത്തിലൊതുങ്ങുന്ന ആകാശത്തേക്കാൾ മണ്ണിലൊതുങ്ങുന്ന ആകാശം എവിടെയും തീർച്ചയായും അധികം തന്നെ ആയിരിക്കും. നന അധികോ ഭവേത്, തീർച്ചയായും അധികമായിരിക്കും. നിഷേധാത്മകമായ ന ആവർത്തിച്ചാൽ പ്രകൃതാർത്ഥം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് തീർച്ചയായും അധികമായിരിക്കുന്നത്? കാരണോപാധിയിൽ ഒതുങ്ങുന്ന ചൈതന്യം കാര്യോപാധിയിലെ ചൈതന്യത്തേക്കാൾ തീർച്ചയായും കൂടുതലായിരിക്കും. ഏതുപോലെ? കുടത്തിലൊതുങ്ങുന്ന ആകാശത്തേക്കാൾ മണ്ണിലൊതുങ്ങുന്ന ആകാശം കൂടുതലായിരിക്കുന്നത് പോലെ. കുടം കാര്യം, മണ്ണ് കാരണം. ആകെയുള്ള മണ്ണിൻ്റെ ഒരൽപഭാഗമാണ് കുടമായി മാറുന്നത്. ആകെയുള്ള മണ്ണിൻ്റെ ഒരൽപഭാഗമാണ് കുടമായി മാറുന്നത്. അതുകൊണ്ട് കുടത്തിലൊതുങ്ങുന്ന ആകാശത്തേക്കാൾ എത്രയോ വലുതാണ് മണ്ണിലൊതുങ്ങുന്ന ആകാശമെന്ന് തീർച്ച. അതുപോലെ ആകാശ ചൈതന്യമാണ് പിന്നെ വായു, തേജസ്, ജലം, ഭൂമി എന്നിവയ്ക്കൊക്കെ കാരണമായി ഭവിക്കുന്നത്. ആകാശമെന്ന കാരണത്തിൽ നിന്ന് നേരിട്ടുള്ള കാര്യമാണ് വായു. അപ്പോൾ ആകാശത്തിലൊതുങ്ങുന്ന ബോധം വായുവിലൊതുങ്ങുന്നതിനേക്കാൾ അധികമാണ്. വായുവിലേത് തേജസ്സിനേക്കാൾ അധികം. ഇങ്ങനെ കാരണകാര്യഭാവങ്ങളെ വേർതിരിച്ച് ബോധത്തിൻ്റെ കൂടുതൽ കുറവ് എവിടെയും കണ്ടെത്താവുന്നതാണ്. ഉപാധികളെല്ലാം വിട്ടുമാറുന്ന ബോധമാണ് പൂർണ്ണമായ അഖണ്ഡ ബോധബ്രഹ്മം, മഹാകാശം പോലെ. 9ാം ശ്ലോകം. നിർഗതോപാധിരാകാശ ഏക ഏവ യഥാ ഭവേത് ഏക ഏവ തഥാത്മായം നിർഗതോപാധികഃ സദാ. നിർഗതോ
നിർഗതോപാധി, ഉപാധികളെല്ലാം വിട്ടുപോയാൽ, യഥാ ആകാശഃ, എപ്രകാരമാണോ ആകാശം, ഏകഃ ഏവ ഭവേത്, ഒരേ ഒരു മഹാകാശമായി സ്ഥിതി ചെയ്യുന്നത്, തഥാ അപ്രകാരം നിർഗതോപാധികഃ, ഉപാധികളെല്ലാം വിട്ടുപോയാൽ, അയം ആത്മാ, ഈ ബോധം സദാ ഏകഃ ഏവ, സദാ അഖണ്ഡൈക ബോധമായി വിലസുന്നതാണ്. ഉപാധികളെല്ലാം വിട്ടുപോയാൽ എപ്രകാരമാണോ ആകാശം ഒരേ ഒരു മഹാകാശമായി സ്ഥിതി ചെയ്യുന്നത്, അപ്രകാരം ഉപാധികളെല്ലാം വിട്ടുപോയാൽ ഈ ബോധം സദാ അഖണ്ഡൈക ബോധമായി വിലസുന്നതാണ്. ഏക ഏവ തഥാത്മായം, അപ്രകാരം ഈ ബോധാവ്, ഈ ബോധാത്മാവ് അഖണ്ഡൈക ബോധമായി വിലസും. എപ്രകാരം? മഹാകാശം എപ്രകാരമോ അപ്രകാരം. കുടം, മഠം, കൂപം എന്ന് തുടങ്ങിയ ഉപാധികളെല്ലാം വിട്ടുപോയാൽ ആകാശം എപ്രകാരമാണോ മഹാകാശമായി ഏകമായി സ്ഥിതി ചെയ്യുന്നത് അപ്രകാരം. സൂര്യൻ, ചന്ദ്രൻ, മനുഷ്യൻ, മൃഗം എന്നിങ്ങനെ ആത്മാവിനെ വേർതിരിക്കുന്ന ജഡോപാധികളൊക്കെ വിട്ടുപോയാൽ ബോധാത്മാവ് ഉപാധിരഹിതനായി അഖണ്ഡൈക ബോധമായി വിലസുന്നതാണ്. ഉപാധിരഹിതമായ ഈ അഖണ്ഡൈക ബോധമാണ് അദ്വൈത ബ്രഹ്മം. ഉള്ളിൽ ഭേദസങ്കല്പങ്ങളും രാഗദ്വേഷങ്ങളും ഒഴിച്ചുമാറ്റുന്ന ഒരാൾക്ക് സമാധ്യനുഭവത്തിൽ ഈ അഖണ്ഡബോധം തെളിച്ച് അനുഭവിക്കാൻ കഴിയും. അതോടെ ജഡോപാധികളെല്ലാം ബോധത്തിലെ വെറും ഭ്രമദൃശ്യങ്ങളാണെന്ന് സ്പഷ്ടമായ അനുഭവമുണ്ടാകും. അപ്പോൾ ബോധം നിരുപാധികമെന്നും ഉപാധിഗതമെന്നും രണ്ടു വിധം. ഉപാധിഗത ബോധങ്ങളാണ് ജീവാത്മാക്കൾ. അവയിലെ ഭേദം ഉപാധിഗതമായ ഭ്രമമാണ്. നിരുപാധിക ബോധമാണ് ബ്രഹ്മം, അതാണ് സത്യം. ഒരിക്കൽ കൂടി വായിക്കാം. ബോധം നിരുപാധികമെന്നും ഉപാധിഗതമെന്നും രണ്ടു വിധം. ഉപാധിഗത ബോധങ്ങളാണ് ജീവാത്മാക്കൾ. അവയിലെ ഭേദം ഉപാധിഗതമായ ഭ്രമമാണ്. നിരുപാധിക ബോധമാണ് ബ്രഹ്മം, അതാണ് സത്യം. അഖണ്ഡാകാശവും അഖണ്ഡബോധവും ഒരിക്കലും രണ്ടുണ്ടായിരിക്കാൻ സാധ്യമല്ല. ആകാശാദന്യ ആകാശ ആകാശസ്യ യഥാ നഹി ഏകത്വാദാത്മനാന്യാന്യ ആത്മാ സിദ്ധ്യതി ചാത്മനഃ. ആകാശാദന്യ ആകാശ ആകാശസ്യ യഥാ നഹി ഏകത്വാദാത്മനോനാന്യ ആത്മാ സിദ്ധ്യതി ചാത്മനഃ. യഥാ, എപ്രകാരമാണോ ആകാശസ്യ, ആകാശത്തിന്, ആകാശാത്, ആകാശത്തിൽ നിന്ന്, അന്യഃ ആകാശഃ, വേറെ ആകാശം, നഹി, ഇല്ലാതിരിക്കുന്നത്, അതുപോലെ ഏകത്വാത്, ഏകമായതുകൊണ്ട്, ആത്മനഃ, ആത്മാവിൽ നിന്ന്, അന്യഃ ആത്മാ, വേറെ ആത്മാവ്, ന സിദ്ധ്യതി, ഉണ്ടായിരിക്കുന്നതേയില്ല. എപ്രകാരമാണോ ആകാശത്തിന് ആകാശത്തിൽ നിന്ന് വേറെ ആകാശമില്ലാതിരിക്കുന്നത്, അതുപോലെ ഏകമായതുകൊണ്ട് ആത്മാവിന് ആത്മാവിൽ നിന്ന് വേറെ ആത്മാവ് ഉണ്ടായിരിക്കുന്നതേയില്ല. നാന്യ ആത്മാ സിദ്ധ്യതി, ബോധമാണ് ആത്മാവ്. ബോധത്തിന് വേറെ ബോധം ഉണ്ടായിരിക്കുന്നില്ല. എന്തുകൊണ്ട്? ബോധം എവിടെയും ബോധം തന്നെയായതുകൊണ്ട്. ആകാശദൃഷ്ടാന്തത്തിലൂടെ ബോധം അഖണ്ഡവും ഏകവുമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞല്ലോ. കാര്യരൂപമായ ആകാശത്തിന് പോലും അതിൽ നിന്ന് ഭിന്നമായ ആകാശമുണ്ടായിരിക്കുന്നില്ലെന്ന് പ്രത്യക്ഷമായി അറിയാൻ കഴിയുന്നു. കാര്യരൂപമായ ആകാശത്തിന് പോലും അതിൽ നിന്ന് ഭിന്നമായ ആകാശമുണ്ടായിരിക്കുന്നില്ലെന്ന് പ്രത്യക്ഷമായി അറിയാൻ കഴിയുന്നു. പിന്നെ എങ്ങനെയാണ് ആകാശത്തിനും കാരണമായി വർത്തിക്കുന്ന അഖണ്ഡബോധത്തിന് അതിൽ നിന്ന് അന്യമായ ബോധം ഉണ്ടായിരിക്കുക? ബോധത്തിൻ്റെ ഈ അഖണ്ഡ അദ്വയ സ്ഥിതി, ബോധത്തിൻ്റെ ഈ അഖണ്ഡ അദ്വയ സ്ഥിതി സത്യാന്വേഷികൾ ശാസ്ത്രീയമായി നല്ല പോലെ വിചാരം ചെയ്തറിയേണ്ടതാണ്. അതിരിക്കട്ടെ,
അതിസൂക്ഷ്മമായ ഈ ബോധം എങ്ങനെയാണ് സ്ഥൂലമായ ജഡപ്രപഞ്ചമായി പെരുകിക്കാണുന്നത്? പറയാം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.